റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കമൊന്നുമല്ല എന്നാണ് ശ്രീകുമാർ പറഞ്ഞു വെക്കുന്നത്. ശരിയായ രാഷ്ട്രീയം, അവർക്കൊപ്പം നിന്നതാര് എന്ന് കണ്ടെത്തി ഉള്ള നിലപാട് സഭ സ്വീകരിക്കണം എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല, പരിഹരിക്കപ്പെടുന്നില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നൊരു വിഷയം. അതിനകത്ത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ആണ്. വഖഫ് വിഷയം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ, പിന്നീട് സ്കോളർഷിപ്പിന്റെ അനുപാതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂല സമീപനം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെയാണ് ചൂണ്ടുന്നത്. സർക്കാരിന്റെ ഭാഗമായി തന്നെ ഒരു കേരള കോൺഗ്രസ് ഉണ്ട്. അവിടെ നിന്ന് പോലും അവർക്ക് അനുകൂലമായ യാതൊരു തരത്തിലുമുള്ള സമീപനം ഉണ്ടാകുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ ചിന്ത സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു നീക്കം അത് ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഉള്ളതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, അതോ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ മാത്രമാണോ അതിനെ നോക്കിക്കാണുന്നത്? അല്ല രേണു, എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ ഈ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഈ കത്തോലിക്ക സമൂഹത്തിൽ അതിന്റെ കൂട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങളുടെ 1 മണിക്കൂർ സമയം ഇതുപോലത്തെ തമാശയ്ക്കായിട്ടൊരു ചർച്ചയ്ക്ക് നിങ്ങൾ സമയം കളയാവോ? എത്ര വാലിഡിറ്റി ഉള്ളൊരു സമയം നിങ്ങളുടെ ഈ ന്യൂസ് 18 എന്ന് പറയണേ. ഇന്നത്തെ ഹിന്ദു ക്ഷമിക്കണം, കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക പത്രത്തിന്റെ പിന്നെ മുഖപ്രസംഗം ഒന്ന് വായിച്ചിട്ട് വേണമായിരുന്നു ഈ പറയുന്ന ഈ ചർച്ച പങ്കെടുക്കുന്ന വ്യക്തി ക്രിസ്ത്യൻ സമൂഹത്തിനെ മൊത്തം പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെട്ട വ്യക്തിയും ഈ 2 ബിഷപ്പ്മാരും അഭിപ്രായം പറയാം. അതുകൂടാണ്ട് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവ് കാര്യങ്ങൾ പറയുന്ന ഔദ്യോഗിക വക്താവ് ഇതിന് മുൻപത്തെ ദിവസങ്ങളിലും ദീപിക മുഖപ്രസംഗം എഴുതിയിരുന്നു. തടയാനാണ് നിങ്ങൾ ശ്രമമാണെന്നുണ്ടെങ്കിൽ ചർച്ചയിൽ നിന്ന് ഞാൻ ഒഴിവായി പോകും. നിങ്ങൾ ഇത്രയും നേരം ആരെയും തടസ്സപ്പെടുത്തില്ല. ന്യൂസ് 18 സ്ഥിര അജണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വഴക്കത്തില്ല. ഉള്ള കാര്യം ആദ്യമേ പറയാം. ഇതിന് യഥാർത്ഥ മറുപടി പറയണ്ടോ ഞാനാ, കാരണം ഇവർ വെല്ലുവിളിച്ചിരിക്കുന്ന കേരള സർക്കാരിനെ. അപ്പൊ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാനായിട്ടാണ് നിങ്ങൾ ഇരുത്തുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ടു കണ്ടിന്യൂ. ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. ഇവര് ഇപ്പോൾ ഈ വെല്ലുവിളിച്ചിരിക്കുന്ന ഡൽഹിക്ക് നോക്കിയാൽ വെല്ലുവിളിക്കട്ടെ. ഇന്ത്യയിൽ 80 ലക്ഷമാണ് കത്തോലിക്കര്, അതായത് 1% താഴെ ഉള്ളൂ. ലോകത്തിൽ 160 കോടി കത്തോലിക്കരുണ്ട്. ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്ക സമൂഹം ഭീഷണി നേടുന്നത് എവിടെയാണെന്ന് അറിയാം? ചൈനയിലോ സിറിയയിലൊന്നും അല്ല, ഇന്ത്യയിലാണ്. ജനാധിപത്യ മതേതര രാഷ്ട്രമെന്ന് ഭരണഘടന എഴുതി വയ്ക്കുന്ന ഈ മഹാരാജ്യത്താണ് ഈ കത്തോലിക്ക സമൂഹം ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. ഈ കഴിഞ്ഞ 4 ദിവസത്തിനുള്ള കഥകൾ മാത്രം പറയാം, ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. ജബൽപൂർ എന്നുള്ള സംഭവം, അതിലൊരു അച്ഛനെ ഞാൻ ഫോൺ ചെയ്തോളാ. ജബൽപൂർ സംഭവിച്ചത് എന്താണ്? മധ്യപ്രദേശിലെ ജബൽപൂരില് ക്രിസ്ത്യൻ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിന്റെ എല്ലാ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ എത്യോപ്യ പോലുള്ള രാജ്യങ്ങൾ ഒഴിച്ചുള്ള അവിടുത്തെ ഒരാഴ്ച കഴിഞ്ഞിട്ടാ. കാരണം അവിടുത്തെ ഒരു ഈസ്റ്റർ ഞാൻ പങ്കെടുത്തതാണ്. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലെയും ഈസ്റ്ററിനുള്ള 50 നോമ്പ് ദിവസവും ഈസ്റ്ററിനെയും ക്രിസ്തുവിന്റെ പിന്നെ കുരിശുമരണത്തെ അനുസ്മരിക്കാൻ നോമ്പ് തോറ്റ് കത്തോലിക്കരുടെ ഏറ്റവും വിശുദ്ധ ദിനങ്ങളെ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് പ്രഖ്യാപിച്ച ചർച്ചകളിലൊക്കെ കത്തോലിക്ക വിശ്വാസികളില് നിരന്തരമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ തീർത്ഥാടനം നടത്തുന്ന പതിവാണ് ലോകം മുഴുവനും. അപ്പോൾ ജബൽപൂരിലെ ഒരു തീർത്ഥാടന കേന്ദ്രമായ ആ പള്ളിയിൽ അവിടെ തീർത്ഥാടകരായ വന്ന 150ഓളം ക്രിസ്ത്യൻ സമൂഹത്തിനെയും പ്രാർത്ഥന നയിച്ച അവിടുത്തെ ഒരു അച്ഛനെയും ക്രൂരമായിട്ട് അവർ മർദ്ദിക്കുമായിരുന്നു. ഇതറിഞ്ഞ ജബൽപൂർ രൂപതയുടെ പിന്നെ വികാരി ജനറൽ തൃശൂർ സ്വദേശിയായ ഈ 2 അച്ഛന്മാരും മലയാളികളാണ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വീഡിയോ ചിത്രീകരണത്തിനിടയിൽ പോലും പച്ചയ്ക്ക് ഇടിക്കുമായിരുന്നു ആ വൈദികരുടെ. ഇന്ന് നിങ്ങൾക്ക് വേറൊന്നും അറിയണോ? അത്ര ആളുകൾ കൂടി ഈ വൈദികരെ ക്രൂരമായി മർദ്ദിച്ചു, നിങ്ങൾ അവഹേളിച്ചു, ആ പള്ളിയിൽ കയറി അതിക്രമം നടത്തി. എന്നിട്ട് ഒരൊറ്റ വ്യക്തിയുടെ പേരിൽ പോലും ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല? ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയല്ലേ ഇത്? പിന്നെ IS തീവ്രവാദികളുടെ കയ്യിലുള്ള സിറിയൊന്നും അല്ലല്ലോ. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ 21ാം നൂറ്റാണ്ടിൽ കൊന്നു കുഴിച്ചു മൂടി കഴുത്ത് വെട്ടി കൊന്നത് സിറിയയിലാ. 3,40,000 ഉണ്ടായിരുന്ന അസീറിയൻകാരിൽ ഏതാണ്ട് ഇനിയിപ്പോ 40 അസീറിയൻ ക്രിസ്ത്യൻസിൽ, അത് കത്തോലിക്കൽ 40,000 പേരെ അവിടെ അവശേഷിക്കുള്ളൂ. 1.5 ലക്ഷം പേര് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി, ബാക്കി എല്ലാത്തിനെല്ലാം കൊന്നു കളഞ്ഞു. വിഷ്വൽസ് എല്ലാം നമ്മൾ കണ്ട. ഇനി രണ്ടാമത്തത് ഒന്നുകൂടെ പറയാം. അതായത് ഒഡീഷയിൽ സംഭവിച്ചെന്താണ്? ഒഡീഷ ഇതുപോലെ തന്നെ ജോഷി ജോർജ് എന്ന് പറയുന്ന കുറവലക്കാടുകാരനായ ഒരു വന്ധ്യവൈദികനും പുരോഹിതനും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ ദയാനന്ദൻ എന്ന് പറയുന്ന അച്ഛനും ഇതുപോലെ തന്നെ അവിടെ പ്രാർത്ഥന നടത്തുമ്പോൾ 300 ഒഡീഷ എന്നുള്ള പോലീസുകാരോട് എരച്ചു കയറി ഈ വൈദികരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അതിൽ ദയാനന്ദൻ എന്ന് പറയുന്ന സഹവികാരിയുടെ
നട്ടൽ ഒടിഞ്ഞിരിക്കുകയാണ്, തോളൽ ഒടിഞ്ഞിരിക്കുന്നു. തീർച്ചയായും പോലീസ് ശ്രീ സ്റ്റേഷനിൽ രജി കൊണ്ട് ലൂക്കോസ് നമ്മുടെ സമയത്തിനുള്ളിൽ നിന്ന് വിശദീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെയും സഭ അറിയുന്നുണ്ട്. അല്ലെങ്കിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നേരിടുന്ന ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, വഖഫിൽ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, ഇതൊന്നും ക്രൈസ്തവ സമൂഹത്തിന് നേരെ മാത്രം ഉണ്ടാകുന്നതല്ല. അവിടങ്ങളിലുള്ള വിഷയങ്ങൾ അവർ അതിന് പ്രതികരിക്കും. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് നീതി നിഷേധം നേരിടുമ്പോൾ അവർ അതിനെതിരെയും പ്രതികരിക്കുന്നു. അത് ഗതികേട് കൊണ്ടാണ് സമരത്തിൽ ഇറങ്ങേണ്ടി വരുന്നതെന്നാണ് ജോസഫ് പാംപ്ലാനി ഇന്ന് പറയുന്നത്. അല്ല, ജോസഫ് പാംപ്ലാനിയുടെ മറുപടിക്ക് തന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ ഇത് പറയിപ്പിക്കാൻ? ഇപ്പോൾ ഈ കറണ്ടായിട്ട് ഈ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. ആരുടെയെങ്കിലും പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓർഗനൈസ് എന്ന് പറയുന്ന RSSന്റെ BJPയുടെ മുഖപത്രം ഇന്ന് ശ്രീമാൻ സാർ അത് എടുക്കാൻ പറ്റില്ല, എന്റെ ഉണ്ട് അതിന്റെ കോപ്പി. അത് ലോകം മുഴുവൻ വ്യാപിച്ചു. അന്തർദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലുള്ള റിപ്പോർട്ടാ. നിങ്ങൾക്കറിയോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? വഖഫ് ബില്ല് ഞങ്ങൾ പാസ്സാക്കി. ഇന്ത്യയിൽ സർക്കാരെതിര വെളിയിലുള്ള ഏറ്റവും കൂടുതൽ പൂസത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണ്, കാത്തലിക് കമ്മ്യൂണിറ്റിക്കാണ്. 11,000 ഏക്കർ. ഇതിന് രേഖകളുണ്ടോ? ഏറ്റവും കൂടുതൽ സമ്പത്ത് കൈവരിച്ചിരിക്കുന്ന ഇവരാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അതിക്രമം നടത്തുന്നവര്. ഇവരെ ഞങ്ങൾ ഞങ്ങളിത് തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞ ആരാന്നറിയോ? BJPയുടെ മുഖപത്രമാണ് ഈ പറയുന്ന ഓർഗനൈസർ എന്ന് പറയുന്നത്. അന്തർദേശീയ സ്ഥലങ്ങളിൽ വിമർശനം ഉണ്ടായപ്പോൾ അവരെ പിൻവലിച്ചു. എവിടുന്നാ? അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ള, പക്ഷെ അത് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു. ആ സമയത്താണ് തിരുവാമ്പാടിയിലെയും തലശ്ശേരിയിലെ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള 2 ബിഷപ്പുമാര് അല്ലെങ്കിൽ അവര് ഞങ്ങള് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞപ്പോ രംഗത്തിറങ്ങിയാൽ കത്തോലിക്ക സമൂഹത്തിലെ മനുഷ്യര് വിദ്യാഭ്യാസം വിവരമുള്ളവരാ. ഇവർക്കൊന്നും ആരും കൂട്ടു നിൽക്കത്തില്ല. അത് വളരെ ചങ്കൂറ്റത്തോടെ ഞാൻ പറയുക. വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ എന്താണ്? ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ സമ്പത്ത് മുഴുവൻ തിരിച്ചു പിടിക്കാനായിട്ട് ഇവർ കൊണ്ടുവന്നൊരു ബില്ലിനെ ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ടവർ അംഗീകരിക്കണോ? അത് നിങ്ങൾ പറയും. അതിനകത്തുള്ള തെറ്റായ കാര്യങ്ങൾ ഞാൻ വിമർശിച്ചിട്ടുള്ള ആളാ ഈ വഖഫ് ബില്ലിനെതിരെ. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. BJPയുടെ അച്ചാരം മേടിച്ചുകൊണ്ട് കേരളത്തിലെ കത്തോലിക്കരെ കുഞ്ഞാടുകളെ പോലെ ആട്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബിഷപ്പ് പറയുന്നില്ല. അങ്ങനെ ബിഷപ്പ്മാര് പറയുന്നതൊന്നും കേട്ടൊന്നുമല്ല. ഞാൻ ഉൾപ്പെടെയുള്ള പ്രബുദ്ധമായ സമൂഹം വോട്ട് ചെയ്യുന്നത്. കേരളത്തിലേക്ക് സർക്കാർ അല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ അണ്ടറിൽ ഇവർക്ക് സുരക്ഷിതത്വം ഉണ്ടോ ഈ കത്തോലിക്ക സമൂഹത്തിന്? നിങ്ങൾക്ക് കർണാടകയിൽ പോയി ബൈബിൾ പിടിച്ച് നടക്കാൻ പറ്റുമോ? മധ്യപ്രദേശിൽ ക്രിസ്മസ് ആഘോഷം നടക്കുവോ? ഛത്തീസ്ഗഡിലെ മാതാവിന്റെ അവിടുത്തെ തീർത്ഥാടന കേന്ദ്രമായി 10,000 സന്ദർശിക്കുന്ന ഒരു മാതാവിന്റെ ഗ്രോട്ടയിൽ ആ മാതാവിനെ കൊടുവാള് അല്ല ഇത് അടിച്ചു തകർക്കുന്ന വിഷ്വല് ഞാൻ ഇന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരാ ചെയ്തത്? പറയൂ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇന്ത്യയിൽ ഞങ്ങൾക്ക് സുരക്ഷിതമില്ലെന്ന് പറഞ്ഞ ആരാന്നറിയോ? പറഞ്ഞിരിക്കുന്നത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവാ. ഞാൻ അദ്ദേഹത്തോട് ഒരു ചർച്ചയിൽ പങ്കെടുത്ത ഇന്ന്. ഔദ്യോഗിക വക്താവ്. ഇവരെ ആരെ ഔദ്യോഗിക വക്താക്കളാക്കിയിരിക്കുന്നത്? ഈ പറയുന്നത് കത്തോലിക്ക സഭയുടെ മഹത്വങ്ങളായിട്ട് ആരാണ് ഇവരെ നിശ്ചയിച്ചിരിക്കുന്നത്? സഹികെട്ട് ഇവരെ കൊണ്ട്. ഇവര് കേരള ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നത് എങ്ങനെയാ? എന്തർത്ഥത്തിൽ അവര് കേരള ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നത്? ഇവരെന്താ വിചാരിച്ച ഈ രാജ്യത്ത് സുരക്ഷിതയില്ല എന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ് ദീപിക പത്രം. ഇവിടെ ഓരോ ദിവസവും ഈ രാജ്യം മുഴുവനും അട്രോസിറ്റികളുടെ പരമ്പരകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നടക്കുമ്പോഴത്തേക്കും കേരള സർക്കാർ സുരക്ഷിതമായിട്ട് ഇവർക്ക് വാവ് വാങ്ങുന്ന പോലും അവസരമുള്ളത് ഈ കേരളത്തിലേ ഉള്ളൂ. എന്നിട്ട് കേരള ഗവൺമെന്റിനെതിരെ ഇവർ കൊടി പിടിക്കുക. അതിന്റെ അർത്ഥം എന്താ? BJPയെ ഭയന്ന് വല്ല ED മരുന്ന് പറഞ്ഞ് ഭയന്ന് BJPയുടെ അച്ചാരം വാങ്ങിച്ചോണ്ട് ചുമ്മാ 1-2 ബിഷപ്പ്മാർ ഇറങ്ങിയാണെന്നുണ്ടല്ലോ കേരളത്തിലെ കത്തോലിക്കന് പൊറുക്കിയല്ല, ലോകത്തിലെ കത്തോലിക്കന് പൊറുക്കത്തില്ല. നിങ്ങൾക്കറിയോ ലോകത്തിലെ ഞാൻ ഉൾപ്പെടെ കത്തോലിക്ക സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആരാധനായ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണെന്നറിയോ? ആരാധനായ മാർപ്പാപ്പയാണ്. 11 വർഷമായിട്ട് അദ്ദേഹം 3 തവണ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടു. മോദി അവിടെ സന്ദർശിപ്പ് ആവശ്യപ്പെട്ടു. ഐ നീഡ് ടു വിസിറ്റ് ഇന്ത്യ. എനിക്ക് ഇന്ത്യയിൽ സന്ദർശിക്കേണ്ട ആവശ്യമുണ്ട് എന്നാ പറഞ്ഞത്. അവസരം ഉണ്ടായി കൊടുത്തിട്ടില്ല ഇതുവരെ. ചുറ്റും സുരക്ഷിതമില്ലാത്ത ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും അദ്ദേഹം പോയി. ഇന്തോനേഷ്യ, ശ്രീലങ്ക, മ്യാൻമാർ. നിങ്ങൾക്കറിയോ ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടില്ല. ആരാ കൊണ്ടുവരായിരുന്നത്? പിണറായി വിജയനാണോ കൊണ്ടുവരായിരുന്നത്? നിങ്ങൾ പറയൂ. ഈ ജീവിച്ചിരിക്കുന്ന പരിശുദ്ധനായ മാർപ്പാപ്പ ഈ രാജ്യത്ത് കൊണ്ടുവരുന്നതില് മുഖം തിരിച്ചിരിക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യ ഭരിക്കുന്നത്. കത്തോലിക്കരുടെ സ്വത്തുകൾ അത് ആദ്യം അവർ വഖഫ് ബില്ലിലൂടെ ഇസ്ലാം സമൂഹത്തിന്റെ സ്വത്തുകൾ പിടിക്കാൻ. പക്ഷേ ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് ജീവൽ പ്രശ്നങ്ങളാണ്. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടുത്തെ സംവിധാനത്തിന് മുന്നിലാണ് തുറന്നു കാട്ടപ്പെടേണ്ടത്. അതിനായുള്ള പോരാട്ടം നടത്തേണ്ടത് ഇവിടെയാണ്. അങ്ങനെ ഒരു പോരാട്ടത്തിന്റെ പോർമുഖത്താണ് സഭ ഇപ്പോൾ ഉള്ളത് എന്നതാണ് ബിഷപ്പുമാർ വിശദീകരിക്കുന്നത്.